സഹീർഭായ് ഞാൻ പോവാട്ടോ. ഐ എം ലീവിങ്. ഐ മിസ് യു. കഴിഞ്ഞ ഒരു മാസം ഒരുമിച്ച് യാത്ര ചെയ്ത് ഞങ്ങൾ പിരിയുകയാണ് സുഹൃത്തുക്കളെ. സമയം രാവിലെ 8 മണിയായി. എനിക്ക് 9 മണിക്ക് ട്രെയിനാണ്. ഞാൻ ഇവിടുന്ന് ഹോത്താനിലേക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം. സഹീർഭായി ഇന്ന് തിരിച്ച് ഗോഞ്ചോയിലേക്ക് പോകും. എൻ്റെ വിസ തീരാറായി. 2-3 ദിവസത്തിനുള്ളിൽ ചൈന വിടണം. സഹീർഭായി, ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ അവരെന്നെ ഇറക്കി വിടും. പൊക്കോട്ടെ. ഐ മിസ് യു മാൻ. സമയത്ത് എണീറ്റ് എയർപോർട്ടിൽ പോകണം കേട്ടാ. ഞങ്ങളത് കടന്നപ്പോ ലേറ്റ് ആയി ഇന്നലെ. അത് പുള്ളി ഉറങ്ങുന്നുള്ളൂ. എനിക്ക് രാവിലെ എണീറ്റ് പോകണമല്ലോ, വേറെ വഴിയില്ലല്ലോ. യു ഹാവ് 1 more hour to sleep. ഓക്കെ. അപ്പോ വിട പറച്ചിലും കരച്ചിലും ബഹളമൊന്നുമില്ല. ഐ എം ലീവിങ്. ഓക്കെ. ഐ മിസ് യു മാൻ. നിങ്ങളെന്തായാലും അടുത്ത മാസം വീട്ടിൽ വരുമല്ലോ, ഇപ്പൊ കാണാം. ഓക്കെ. അപ്പൊ ഇനി ഉറങ്ങണ്ടേ? ലൈറ്റ് ഇട്ടിട്ടാ പോകുന്നേ. ഇനി ഉറങ്ങല്ലോ കേട്ടോ. എന്നിട്ട് പോകണം എയർപോർട്ടിലേക്ക്. ഓക്കെ. സോ എന്റെ ബാഗെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചു. ഐ എം ഗോയിങ് ടു പാസ്പോർട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. എവറിത്തിങ് ഈസ് ഹിയർ. ഓക്കെ. ബൈ. ലവ് യു ഗൈസ്. മിസ് യു ടു ബ്രോ. വിയറ്റ്നാമിൽ വെച്ച് കണ്ടുമുട്ടിയതാണ് ഞങ്ങള്. കറക്റ്റ് ഒരു മാസമായി ഇപ്പം. എന്തായാലും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഓക്കെ. പക്ഷേ പുള്ളിക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ, എനിക്കും തിരിച്ചു പോയേ പറ്റുള്ളൂ, ഞങ്ങൾക്ക് രണ്ടു വഴിക്ക് പോയേ പറ്റുള്ളൂ. സോ ഐ എം ഗോയിങ് ടു റെയിൽവേ സ്റ്റേഷൻ ഗൈസ്. രാവിലെ ധൃതി പിടിച്ച് ടാക്സി ബുക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 6 മിനിറ്റ് അവേ ആണെന്നാണ് കാണിക്കുന്നത്. അതും ചെറിയ പൈസ ഒന്നുമല്ല കാണിക്കുന്നത്. 10 RMB ആദ്യം കാണിച്ചത്, പിന്നെ കൂട്ടി കാണിച്ച് ഡ്രൈവർ അടുത്തില്ല എന്നൊക്കെ പറഞ്ഞ്. ആവശ്യത്തിന് അങ്ങനെയാണല്ലോ. സമയം ഇപ്പോൾ രാവിലെ 8:15 9:30 ആകുമ്പോൾ ഇവിടെ നേരം വിളിക്കുള്ളൂ. അത് നമ്മുടെ കാഷ്ഗർ ഏൻഷ്യൻ സിറ്റി, അതിന്റെ മുമ്പിലാണ് ഞങ്ങൾ താമസിച്ചത്. റോഡൊക്കെ രാവിലെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണോ. എനിക്ക് വണ്ടി കിട്ടി. ഒരു ചേച്ചിയാണ് രാവിലെ വന്നിരിക്കുന്നത്. പെട്ടെന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 9 മണിക്കാണ് ട്രെയിൻ എന്ന് പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇനിയിപ്പോൾ കുറേ നടക്കണമെന്ന് തോന്നുന്നു. 8:45. ഇത് അടിപൊളി സെറ്റപ്പാ. വേഗം പോ ചേട്ടാ. ഇവിടെ എന്താ രാവിലെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടല്ലോ. അവിടെ എന്തോ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് കാണണമെന്നുണ്ട്. പക്ഷെ അതിനുള്ള സമയമില്ല. രാവിലെ തന്നെ ആളുകളെ വെൽക്കം ചെയ്യുന്ന എന്തെങ്കിലും പരിപാടി ആയിരിക്കും. അപ്പോൾ അകത്തോട്ട് പോട്ടെ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ എന്തോ രാവിലെ ഡാൻസോ കൊള്ളാലോ. എൻ്റെ അമ്മോ, ട്രെയിൻ ജസ്റ്റ് മിസ്സാട്ടോ. ഞാൻ പറയാം, അകത്ത് കയറിയിട്ട് കഥ പറയാം. ഇതിനകത്ത് നിറച്ച് തിരക്കാണല്ലോ. അയ്യോ എൻ്റെ അമ്മോ, എല്ലാവരും കയറി. ഞാൻ ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ. ഞാൻ ഈ ബാഗ് കൊണ്ട് എങ്ങനെ ഈ സൈഡിൽ കൂടെ പോകുന്നേ. ഇതിനകത്തുണ്ടോ റെസ്റ്റോറൻറ്റ്? സെയിം അടിപൊളി. കഴിഞ്ഞ ദിവസം വന്ന പോലത്തെ സെയിം റെസ്റ്റോറൻറ്റ്. ട്രെയിനിനകത്ത് കയറാനായിട്ട് വേറൊരു സെക്യൂരിറ്റി ചെക്ക്. സാധാരണ ഇതിൽ നമ്മൾ പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ട് അകത്ത് കയറിയാൽ മതി. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ പുറത്തൊരു പോലീസിൻ്റെ ഒരു ഇതുണ്ട്, ഒരു കൗണ്ടറുണ്ട്. അവിടെ പോയിട്ട് നമ്മുടെ പാസ്പോർട്ട് കൊടുത്ത് പുള്ളി എൻ്റെ പാസ്പോർട്ടും എൻ്റെ വിസയും അതേപോലെ എൻ്റെ എക്സ്പയറി ഡേറ്റും വിസയുടെ എക്സ്പയറി ഡേറ്റും ഒക്കെ ചെക്ക് ചെയ്ത് എനിക്കൊരു ടോക്കൺ തന്നു. ആ ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ അകത്ത് കയറാൻ പറ്റുള്ളൂ. അതിനൊരു 10 മിനിറ്റ് എടുത്ത്. അവിടെ ഒരു 3-4 പേര് ക്യൂ നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് ആ ടോക്കൺ എടുത്തിട്ട് ഞാൻ അകത്ത് കയറി. സെക്യൂരിറ്റി ചെക്കിലാകെ ഭയങ്കര തിരക്ക്. അവസാനം 8:55 ജസ്റ്റ് ഞാനിവിടെ കയറി വന്ന്. അപ്പോഴത്തേക്കും ട്രെയിനിൽ എല്ലാവരും കയറി. എൻ്റെ കോച്ചിൽ ഞാൻ വന്ന്, എൻ്റെ ക്യാബിനിൽ ഞാൻ വന്ന്. എൻ്റെ പൊന്നെ മതിയായി. ഇത്രയ്ക്ക് ടൈറ്റ് ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് കയറി പോകുന്ന പോലെ ആയിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ക്യാബിൻ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉറുംച്ചിയിൽ നിന്ന് കാഷ്ഗറിലേക്ക് വന്ന പോലത്തെ സെയിം ട്രെയിനാണ്. 2 പേരുടെ ക്യാബിനാണ്. ഇപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ വേറൊരു ക്യാബിനിൽ ഇരിക്കുകയാണ്. അപ്പുറത്താണ് എൻ്റെ ശരിക്കുള്ള ക്യാബിൻ. അവിടെ ആളുള്ളതുകൊണ്ട് ഞാൻ സംസാരിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നതാണ്. ഇത് ഇവിടെ ഒരു സോഫയും പിന്നെ അതേപോലെ തന്നെ ഒരു വാഷ്റൂമും സംഭവങ്ങളൊക്കെ ഉണ്ട്. സോഫയും കാര്യങ്ങളൊക്കെ സെയിം അടിപൊളി. നമുക്ക് ഇവിടെ നിന്നൊരു 600 കിലോമീറ്ററാണ് യാത്രയുള്ളത്. 5 മണിക്കൂർ യാത്രയുണ്ട്. 10, 11, 12, 5 4 മണിക്കൂറേ ഉള്ളൂ. 10, 11, 1 മണിക്കകത്ത് 4 മണിക്കൂറേ ഉള്ളൂ. യെസ്, അങ്ങനെ കറക്റ്റ് 9 മണി നമ്മുടെ ട്രെയിൻ വിട്ടു. ഞാൻ ഇതിനെ കിതപ്പിപ്പോഴും മാറിയില്ല ഓടിയിട്ട്. 1/2 മണിക്കൂർ മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ്. പക്ഷേ ഇവിടുത്തെ ഫോർമാലിറ്റീസും പ്രൊസീജിയേഴ്സും അതായിരുന്നു പ്രശ്നം. ഈ കാണുന്ന സ്ഥലത്തൊക്കെ പഴയ കുറേ വീടുകളുണ്ടായിരുന്നതാണ്. ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പലതും പൊളിച്ച് അവർ പുതിയതായിട്ട് മാറ്റി പാർപ്പിക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പുറത്തെ ക്യാബിനിൽ അപ്പർ ബർത്തായിരുന്നു എൻ്റെ ആദ്യം അലോട്ട് ചെയ്ത് കിട്ടിയ സീറ്റ്. ഞാൻ ബുക്ക് ചെയ്യാൻ നേരം ലോവർ ബർത്ത് ചോദിച്ചെങ്കിൽ എനിക്ക് കിട്ടിയില്ലായിരുന്നു.
അപ്പോൾ ഞാൻ TTRനെ കണ്ട് എനിക്ക് വേറെ ഒരു റൂമിലേക്ക് ഞാൻ മാറിയതാണ് ഇവിടെ. അപ്പോൾ ഈ ലോവർ ബർത്ത് കിട്ടുന്നതിന് വേണ്ടി 14 RMB അവർ എക്സ്ട്രാ വാങ്ങിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം 150 രൂപ. നല്ലൊന്നായിരിക്കും. ഇപ്പോൾ ഫുൾ ക്യാബിൻ എനിക്ക് ഒറ്റ കിട്ടിയില്ലേ. എന്നിട്ട് പുതിയ റെയിൽവേ പാലമൊക്കെ നിർമ്മിക്കുന്നു, പാളമൊക്കെ നിർമ്മിക്കുന്നു. നോക്കി, അടിപൊളി. ഇങ്ങനെയാണ് അവന്മാർ നിർമ്മിക്കുന്നത് കേട്ടല്ലേ. എന്നൊക്കെ പുതിയ പാലം, പുതിയ റൂട്ട്. ഇത് എനിക്കൊന്ന് സിംഗിൾ ലൈനാണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ പോകുന്നത്. ട്രെയിൻ പതുക്കെയാണ് പോകുന്നത്, വലിയ സ്പീഡൊന്നുമില്ല, 100 കിലോമീറ്ററൊക്കെയുള്ള സ്പീഡ്. ഇത് ഡബിൾ ലൈൻ ആക്കുകയാണോ എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഒരു പാലം പണിത് റെയിൽവേ ട്രാക്ക് ഇട്ട് സെറ്റാക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ചൈന എവിടെ പോയാലും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ട്രെയിനുകൾക്കും ഇതേപോലെ തന്നെ ഫെൻസിങ് ഉണ്ടാവും. അതായത് ഒരു മനുഷ്യന് റെയിൽവേ ട്രാക്കിൽ ഒരു വഴിക്ക് കയറാൻ പറ്റത്തില്ല, അതേപോലെ ഫെൻസിങ് ഉണ്ടാവും. നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു ട്രെയിൻ യാത്രയുണ്ടല്ലോ, ഇത് കാഷ്ഗറിന്ന് ഹോത്തൻ അല്ലെങ്കിൽ ഹെത്തിയാൻ എന്ന് പറഞ്ഞ സ്ഥലം, ഹോത്തൻ പെർഫെക്ചറിലെ ഹെത്തിയാൻ എന്ന് പറഞ്ഞ സ്ഥലം വരെ പോകുന്ന ഒരു ട്രെയിൻ യാത്രയാണ്. ബൈ റോഡ് 600 കിലോമീറ്റർ ഉണ്ട്. ട്രെയിനിന് 488 കിലോമീറ്റർ ആണുള്ളത്. ഈ 488 കിലോമീറ്റർ വരുന്ന ഈ ഒരു ട്രെയിൻ യാത്രയെ ഇവർ ഡെസേർട്ട് എക്സ്പ്രസ് എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ പോകുന്നത് തക്ലമാക്കൻ ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോബി ഡെസേർട്ടിൻ്റെ ഒക്കെ താഴെ, ഗോബി ഡെസേർട്ട് എന്ന് പറയുന്നത് മംഗോളിയയിലും ചൈനയിലുമായിട്ട് പരന്ന് കിടക്കുന്ന ഡെസേർട്ടാണ്. അപ്പോൾ ഇത് തക്ലമാക്കൻ ഡെസേർട്ട് എന്ന് പറയും. അതിൻ്റെ താഴെയായിട്ട് വരുന്ന ഒരു കോൾഡ് ഡെസേർട്ടാണ് തക്ലമാക്കൻ ഡെസേർട്ട് എന്ന് പറയുന്നത്. ആ തക്ലമാക്കൻ ഡെസേർട്ടിൻ്റെ സദേൺ സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ സാൻഡ് ഡ്യൂൺസോ മറ്റ് സംഭവങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. അതൊക്കെ കുറച്ച് അങ്ങോട്ട് മാറിയായിരിക്കും. എവിടെയോ കാണുന്ന സ്ഥലമൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഇതുവരെ ഞാൻ ഒന്നും കണ്ടില്ല. പക്ഷേ ഇതുപോലെ വിജനമായിട്ടുള്ള, ഇതുപോലെ ചുമ്മാ കിടക്കുന്ന കുറേ തരിശ സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറു ഗ്രാമങ്ങളൊക്കെ വരുന്നുണ്ട്. പഴയ നമ്മുടെ ഒരു സെൻട്രൽ ഏഷ്യൻ സ്റ്റൈലിലെ കുറേ വീടുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഡെസേർട്ടിലൂടെ 2011 മറ്റോ ആണ് ഇവർ റെയിൽവേ ലൈൻ പണിത് ഹോത്താൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ കാഷ്ഗറായിട്ട് കണക്ട് ചെയ്തത്. അപ്പോൾ അത് 2 വർഷം കൊണ്ടാണ് ഈ 500 കിലോമീറ്റർ വരുന്ന റെയിൽവേ ലൈൻ ഇവർ നിർമ്മിച്ചതെന്നാണ് എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു ഡെസേർട്ടിലൂടെ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂറും കൂടെ യാത്രയുണ്ട്. മോനെ പൊടിയൊക്കെ പറക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡെസേർട്ടിലെത്തി. 2 സൈഡിലും ഇപ്പോൾ ഡെസേർട്ട് കാണാൻ പറ്റും കേട്ടോ. അങ്ങ് സാൻഡ് ഡ്യൂൺസ് കണ്ടോ? യെസ് മോനെ, ഇത് പൊളിച്ചത് വേറെ ലെവലിൽ. ഈ ഡെസേർട്ടിലൂടെയുള്ള റെയിൽവേ, ഡെസേർട്ട് റെയിൽവേ, അത് പൊളിച്ചല്ലേ, അത് പൊളിച്ച്. എൻ്റെ അമ്മ, ഈ ട്രെയിനൊക്കെ ഇതോടെ പോകുന്ന ഒരു ഡ്രോൺ വിഷലൊക്കെ കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഓ എന്താ നോക്ക്, അതിവിജനമായ ഡെസേർട്ടുകൾ. പൊളിച്ച്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഇന്ത്യ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലഡാക്കിൻ്റെ നേരെ മുകളിലാണ് നമ്മളിപ്പം ഉള്ളത്. ലഡാക്കിന് നേരെ മുകളിൽ ആ മഞ്ഞുമലകളെല്ലാം കടന്ന് നേരെ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഇവിടെ ഡെസേർട്ടുകളാണ്. ആ ഡെസേർട്ടാണ് ഇവിടെ കാണുന്നത്. നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു ഹോത്താൻ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു 200 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ബോർഡറാവും. അതാണ്. പക്ഷേ റോഡുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഡ് ചുറ്റിക്കറങ്ങിയാണ് പോകുന്നത്. റോഡ് ശരിക്കും ആ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ചൈന കൈയടക്കിയ ഭാഗമാണ്. അക്സൈ ചിൻ എന്ന് പറയുന്ന ഒരു പ്രദേശമാണത്. ഇവിടെ ഈ റെയിൽവേ ലൈനിന് സമാന്തരമായിട്ട് ഒരു റോഡ് കാണാൻ സാധിക്കും, ഒരു ഹൈവേ കാണാൻ സാധിക്കും, ഒരു ചെറിയ ഹൈവേ. അതാണ് ആ ഒരു ഹെത്തിയാൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലവും കാഷ്ഗറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ഒരു റോഡ്. ബസ്സുകളൊക്കെ ധാരാളം പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. സഹീർഭായിക്ക് ഇന്ന് ഇവിടെ നിന്ന് ഗോഞ്ചോയിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് കാഷ്ഗറിൽ നിന്ന് ഏതൊരു സ്ഥലത്ത് ലാഞ്ചോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 5 മണിക്കൂർ ഫ്ലൈ, അവിടെ ഒരു 2 മണിക്കൂർ ട്രാൻസിറ്റ്, അതിനുശേഷം വീണ്ടും 2 മണിക്കൂർ ഫ്ലൈ. ചൈനയിൽ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ളൊരു ദൂരമാണ്. നമ്മളിപ്പോൾ ഉള്ളത് ചൈനയുടെ ഇങ്ങേ അറ്റത്താണ്. പുള്ളി ഗോഞ്ചോ എന്ന് പറയുന്നത് അങ്ങേ അറ്റത്താണ്, 2 അറ്റത്തേക്കാണ് പോകുന്നത്. ഈ അക്സൈ ചിൻ എന്ന് പറയുന്നത് 1959 മുതൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഡിസ്പ്യൂട്ടിലുള്ള ഒരു സ്ഥലമാണ്. അതായത് നമ്മുടെ ലഡാക്കിൻ്റെ ഒരു ഭാഗമാണ് അക്സൈ ചിൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ മാപ്പിൽ റൈറ്റ് സൈഡിലുള്ള ഒരു മുഴ പോലത്തെ ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഏരിയയാണ് സത്യം പറഞ്ഞാൽ അക്സൈ ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിപ്പം നമ്മുടെ ഈ ഹോത്താൻ പെർഫെക്ചറിൽ വരുന്ന ഈ ഒരു ചൈനീസ് അഡ്മിനിസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു റീജിയനിലാണ് ആ ഒരു ഭാഗം വരുന്നത്. നമ്മളിപ്പോൾ പോകുന്ന ഹെത്തിയാൻ എന്ന് പറയുന്ന ഹോത്താൻ ടൗൺ എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്തല്ല. അവിടെ നിന്ന് വീണ്ടും 100-200 കിലോമീറ്റർ പോയാൽ മാത്രമേ ഈ അക്സൈ ചിൻ ഏരിയയിൽ എത്തുള്ളൂ. പക്ഷേ ഈ ഹോത്താൻ പെർഫെക്ചർ ഈ അക്സൈ ചിൻ ഭാഗത്ത് വരുന്നൊരു സ്ഥലമാണ്. അത് പണ്ട് പോലെ ഡിസ്പ്യൂട്ടിലുള്ള സംഭവമാണ്. നമുക്ക് ആക്ച്വലി അത് കംപ്ലീറ്റ്ലി ഇപ്പോൾ ചൈനീസ് കൺട്രോൾഡ് ആണ്. നമ്മൾ POK എന്നൊക്കെ പറയുന്ന പോലെ, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയില്ലേ, നമ്മുടെ കാരക്കോറം ഹൈവേ ഒക്കെ പോകുന്ന സ്കർദു എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗം പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന പോലെ ഇപ്പുറത്തെ ഭാഗം അക്സൈ ചിൻ എന്നാണ് പറയുന്നത്.
രണ്ട് ഭാഗത്തും രണ്ട് രീതിയിലാണ് ആ ഒരു ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്നത്. നമ്മുടെ പാങ്ങോങ് ലേക്ക് ഇല്ലേ, പാങ്ങോങ് ലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് പിന്നീട് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്ന ഇന്ത്യ ചൈന അതിർത്തിയായിട്ടുള്ള ആ ഒരു ഡിസ്പ്യൂട്ടഡ് മേഖലയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് അവിടെ നടന്ന കുറച്ച് അതിർത്തി തർക്കങ്ങളും അതിർത്തിയിലുണ്ടായ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇത്രയും വർഷം ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഒരു കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ള ഒരു സഹകരണമില്ലായ്മ നടന്നിരുന്നതിൻ്റെ മെയിൻ റീസൺ. ഈ കഴിഞ്ഞ ദിവസം കസാൻ ബ്രിക്സ് സമ്മേളനത്തിൽ വെച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും അതേപോലെ തന്നെ നരേന്ദ്രമോദിയും നമ്മുടെ ഡിപ്ലോമാറ്റ്സും എല്ലാവരും കൂടെ ചേർന്ന ഒരു കൂടിക്കാഴ്ചയിൽ ഇവർ രണ്ടുപേരും തമ്മിൽ അതിർത്തിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. ശരിക്കും അത്തരത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇരു രാജ്യങ്ങൾക്കും ബെനിഫിറ്റ് ആവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യക്കും ചൈനയ്ക്കും രണ്ട് രാജ്യങ്ങൾക്കും ബെനിഫിറ്റ് ആവുന്ന ഒരു കാര്യം തന്നെയാണത്. അപ്പോൾ രണ്ട് രാജ്യങ്ങളും കുറേയൊക്കെ വിട്ടുവീഴ്ചകൾ നടത്തി കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെയധികം ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ അതിർത്തികൾ തമ്മിലുള്ള ആ ഒരു ഡിസ്പ്യൂട്ട് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. നമുക്കറിയാം ഇപ്പോഴും അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് ചൈനയുടെ ഭാഗമാണെന്ന്, ടിബറ്റിന്റെ ഭാഗമാണെന്ന് ചൈന ക്ലെയിം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പറയുന്നത് ലേയുടെ ഭാഗമാണ്. ലേ അതായത് ഈ അക്സൈ ചിൻ എന്ന് പറഞ്ഞ പ്രദേശം നമ്മുടെ ലേ ലഡാക്ക് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഇപ്പോഴത്തെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള അതിൻ്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് രാജ്യങ്ങളും രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു മേഖലകളെ പറ്റി പറയുന്നത്. എന്തായാലും ഈ ഒരു മേഖലയിലൊക്കെ വന്ന് യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല. നമ്മുടെ ഇന്ത്യൻ ഭാഗത്ത് ഈ പറഞ്ഞ പാങ്ങോങ് ലേക്കിലും ബാക്കിയുള്ള പല പ്രദേശങ്ങളിലും ചൈന ബോർഡറുകളിലൊക്കെ നമ്മൾ പോയതാണ്. അപ്പോൾ ചൈനയിലൂടെ വന്ന് വീണ്ടും അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ സാധിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം ഇവിടെയൊക്കെ ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമുണ്ടെന്നുള്ളത് എനിക്ക് ഒരിക്കലും അറിവില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത്. സോ ദിസ് ഈസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. ഇത്ര ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വിട്ടുള്ള ഒരു ട്രെയിൻ യാത്ര ഞാൻ ആദ്യമായിട്ടോ നടത്തുന്നത്. ഇവിടെയൊക്കെ അടുത്ത മാസം മുതൽ മഞ്ഞ് വീണ് തുടങ്ങും. ഇവിടെ നിന്ന് ഒരു പച്ചപ്പ് പോലും കാണുന്നില്ലല്ലോ. അത് കോൾഡ് ഡെസേർട്ടാണ്. ഈ റോഡൊക്കെ അവിടെ വന്ന് എൻഡ് ചെയ്യുന്നത്. അതൊരു ടൗൺഷിപ്പാണ് അപ്പുറത്ത് കാണുന്നത്. ഇവിടുത്തെ ഡെവലപ്മെന്റ്സും നമ്മളെ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പിക്കും കേട്ടോ. 4 മണിക്കൂറുണ്ട്. ഞാനൊന്ന് കിടന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ എവിടെ ഉറക്കമൊന്നും നടപടിയാവൂല. ഞാനിങ്ങനെ കാഴ്ചകളും കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ടിട്ട് എങ്ങനെയാണ് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നുക? ഇതെന്ത് സംഭവം? മണലെടുക്കുന്ന പരിപാടിയാണോ? എന്താന്ന് പറഞ്ഞാൽ ഈ മണൽ പറക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും പരിപാടി ചെയ്ത് വെച്ചിരിക്കുന്നതെന്നോ ഒരു കുന്തം മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിക്കാം. ഇത് കണ്ടോ, ഇതൊരു മരുഭൂമി, പക്ക മരുഭൂമി. ഈ മരുഭൂമിയിലൂടെ ചൈന ഒരു റെയിൽവേ ലൈൻ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്ന ഹോത്താൻ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് റോച്ചാങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ആ റെയിൽവേ ലൈൻ ചൈന പണിതിരിക്കുന്നത്. 800 കിലോമീറ്റർ ദൂരമുണ്ട്. തക്ലമാക്കൻ ഡെസേർട്ടിൻ്റെ മറ്റൊരു ഭാഗത്തൂടെ തന്നെയാണ് ഇത് കടന്നു പോകുന്നത്. ആ ഒരു സാൻഡ് ഡ്യൂൺസ് തെറിച്ച് റെയിൽവേ പാളത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി സാൻഡ് ഡ്യൂൺസ് ഉള്ള ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ഫ്ലൈ ഓവറുകൾ പണിതിട്ടാണ് ചൈന അത് കംപ്ലീറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെ ചൈനീസ് മെയിൻലാൻഡിൻ്റെ ആ ഒരു നെറ്റ്വർക്ക്, റെയിൽവേ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവർ ഇത്തരത്തിലുള്ള ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയത്. ഒരു ഭയങ്കര സംഭവമാണ്. കണ്ടോ എന്തൊക്കെ പരിപാടികളല്ലേ. 800 കിലോമീറ്റർ മരുഭൂമിയിലൂടെ. കാറ്റുള്ള സ്ഥലത്ത് നമ്മൾ വിൻഡ് മില്ലുകൾ പണിയുന്ന പോലെ, വിൻഡ് ഫാം പണിയുന്ന പോലെ അങ്ങ് ദൂരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സോളാർ ഫാമാണ്. അതായത് സോളാർ വൈദ്യുതി ഉപയോഗിക്കുന്ന, സോളാർ ഉപയോഗിച്ച് പാനലുകൾ ഉപയോഗിച്ച് വൈദ്യുതി ഉപയോഗിക്കുന്ന ഫാമുകൾ. ഇങ്ങനെ കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ സോളാർ പാനലുകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ട്രെയിനിലെ മ്യൂസിക് കണ്ടോ? നമ്മൾ എത്താറായി എന്ന് പറയുക. 20 മിനിറ്റ്സിൽ അല്ല 5 മിനിറ്റിൽ എത്തുമെന്ന്. 5 മിനിറ്റിലോ 10 മിനിറ്റിലും കണ്ടോ. അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട്. ചൈനീസ് ഭാഷയിലും ഉയ്ഗുർ ഭാഷയിലും ഉണ്ട്. നമുക്ക് ഇറങ്ങാം. പുറത്ത് വലിയ തണുപ്പില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പുറത്തിറങ്ങുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇവിടെ ഇനി എന്തൊക്കെയാണ് സംഭവം എന്നൊന്നും ഐഡിയയില്ല. നമ്മളൊരു ബോർഡർ ടൗണിലേക്കാണ് വന്നത്. അതും നോക്കാം. പണ്ടത്തെയൊക്കെ ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ പേടിയാവും. മുക്കിനും മൂലയ്ക്കും ചെക്കിംഗ് ആണ്, പാസ്പോർട്ട് ചെക്കിംഗ് ഉണ്ട്, അതാണ് ഇതാണ്. പക്ഷെ ഇതുവരെ ഷിൻജിയാങ്ങിൽ വന്നിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല.
നമ്മൾ ഇന്നലെ നമ്മൾ ഇവിടെ പോയില്ലേ, നമ്മുടെ കാരക്കോറം ഹൈവേ, അതിൽ പോയപ്പോൾ പോലും ഒരു പട്ടാളക്കാരനെ പോലും നമ്മൾ കണ്ടില്ല. ചെക്ക് പോസ്റ്റിലല്ലാതെ ഒരു പട്ടാളക്കാരുടെ ക്യാമ്പുകൾ പോലും ഒന്നും കണ്ടിട്ടില്ല. ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആണ് ഇപ്പം, ടൂറിസ്റ്റുകളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എല്ലാം എടുത്തല്ലോ അല്ലേ? യെസ്, എവറിത്തിങ് ഈസ് എടുത്തു. ഹെയ്സ് ഗുഡ്സ് ട്രെയിനെ കിടപ്പുണ്ടല്ലോ. ഒരു ട്രെയിനിൽ എത്തുന്നതിന് മുമ്പ് ഇറങ്ങി വാ അവിടെ പോയി നിൽക്കുന്ന ഒരു 100 തവണ വന്ന് പറയും. എന്തിനാ അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ലാസ്റ്റ് സ്റ്റോപ്പാണല്ലോ ഇത്. അങ്ങനെ നമ്മൾ ഹോത്താൻ എന്ന് പറഞ്ഞ പെർഫെക്ചറിലെ ഹോത്താൻ എന്ന് പറഞ്ഞ ഒരു നഗരത്തിലെത്തിയിരിക്കുകയാണ്. ഇതൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. ഈ ഇവിടുത്തെ പച്ചക്കളർ ട്രെയിനുകളാണ് സ്ലീപ്പർ സ്ലോ ട്രെയിനുകൾ. ഈ പച്ച ട്രെയിനാണ് ഈ മരുഭൂമിയിലൂടെ എന്നെയും വഹിച്ചുകൊണ്ട്, എന്നെ മാത്രമല്ല ആയിരക്കണക്കിന് ആളുകളുണ്ടായിരിക്കും ഈ ട്രെയിനിൽ. 10-16 കോച്ചുണ്ട്. ആളുകളെയും വഹിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയത്. 500 കിലോമീറ്റർ ദൂരം നമ്മൾ 4 മണിക്കൂർ കൊണ്ട് കവർ ചെയ്തു. തണുപ്പുണ്ട് കേട്ടോ, തണുപ്പുണ്ട്. ഇത് കണ്ടോ, ഹെത്തിയാൻ കാശി ഉറുംചി. ഇതേ ട്രെയിനാണ് ഇവിടുന്ന് ഉറുംചിക്ക് പോകുന്നതും ഉറുംചിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതും. ഇതാണ് നമ്മുടെ ഹോത്തൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. വലിയ ഒച്ചയും ബഹളമൊന്നുമില്ല. ഇപ്പോൾ ഒരു ട്രെയിൻ മാത്രം വന്നു. ആ ട്രെയിനിൽ വന്ന ആൾക്കാരൊക്കെ പുറത്തിറങ്ങി വരികയാണ്. നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരാൻ നേരം അവിടെ നിന്ന ഒരു പോലീസുകാരൻ വിദേശികളുടെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പാസ്പോർട്ടും വാങ്ങിച്ച് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. അത് അവർക്ക് അവരുടെ ഡേറ്റാബേസിൽ വല്ലതും ആഡ് ചെയ്യാനോ കൊടുക്കാനോ ഒക്കെ കണക്കെടുക്കാനൊക്കെ ആയിരിക്കാം. നല്ല അടിപൊളി സ്റ്റേഷൻ, ചെറിയ സ്റ്റേഷൻ, വലിയ തിരക്കും ബഹളമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഹോത്താനിലെത്തി. ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങട്ടെ. ഇതാണ് പുറത്തേക്ക് ഇറങ്ങുന്ന വഴി. അകത്തേക്ക് കയറുന്ന വേറെ വഴിയാണെന്ന് തോന്നുന്നു. കംപ്ലീറ്റ് സെക്യൂരിറ്റി ആട്ടോ എല്ലായിടത്തും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ടാക്സി കിട്ടി. ഇനിയിപ്പോൾ ഹോട്ടലിൽ പോയി ബാഗ് വെച്ചിട്ട് ഞാൻ ഇന്നിവിടെ താമസിക്കുകയാണ്. നാളെയാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. നാളെ നമുക്ക് ചൈനയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ സമയമായി. ഞാൻ 30 ദിവസത്തെ വിസ എനിക്ക് ചൈനയിൽ കിട്ടിയത്. അതിന് 26-27 ദിവസമായി. ഇറങ്ങണം. ഇതൊരു ചെറിയ ടൗണാണ്, വലിയ സിറ്റി ഒന്നുമല്ല. അപ്പോൾ ഈ ടൗണിൽ ഇവരുടെ ആ ഒരു സിറ്റി സെൻറ്റർ ഏരിയയിലായിട്ട് ഞാൻ വന്ന് ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ കാണുന്ന വിയന്ന ഇൻ്റർനാഷണൽ ഹോട്ടൽ എന്ന് പറഞ്ഞ ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് എൻ്റെ ഹോട്ടൽ. ഇത് ടൂറിസ്റ്റുകളൊന്നും വരുന്ന സ്ഥലമല്ല, വളരെ കുറച്ച് ടൂറിസ്റ്റുകൾ മാത്രം വരുന്നൊരു സ്ഥലമാണ് റൂമിപ്പം. ഇതാണ് ഹോട്ടൽ റിസപ്ഷൻ. അടിപൊളിയായിരുന്നു. 15 മിനിറ്റ് എടുത്ത് എനിക്ക് റൂം കിട്ടാനായിട്ട്. ഭയങ്കര ഒരു കഥയായിരുന്നു. ഞാനത് റൂമിൽ ചെന്നിട്ട് പറയാം എന്താണെന്നുള്ളത്. ആദ്യം റൂമിൽ പോട്ടെ. ഞാൻ trip.com വഴിയാണ് ബുക്ക് ചെയ്തത്. ചൈനയിൽ എല്ലായിടത്തും trip.com വഴിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ബുക്ക് ചെയ്യുന്നത്. ഞാൻ എൻ്റെ റൂം കാണിച്ചു കൊടുത്തു. പുള്ളിക്കാരിക്ക് അത് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവർ ഇങ്ങനെ നോക്കി ഒന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് അവസാനം എൻ്റെ ഭാഗ്യത്തിന് അവിടെ ഒരു ലേഡി വന്ന്, വേറൊരു എന്നെ പോലെ വന്നൊരു കസ്റ്റമർ. അവർ ഇവിടെ താമസിക്കാൻ റൂം എടുക്കാൻ വേണ്ടി വന്നതാണ്. അവർ ഗോഞ്ചോന്ന് വന്നതാണ്. അവർക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നു. അപ്പോൾ അവർ തർജ്ജമ ചെയ്ത് പിന്നെ ഞങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ ഉപയോഗിച്ച് സംസാരിച്ചു. അങ്ങനെ ഞാൻ റൂമിലെത്തി. ബാക്കി ഞാൻ പറയാം. റൂം ആദ്യം കാണിക്കാം. ഇതാണ് നമ്മുടെ മുറി. അടിപൊളി മുറിയാണല്ലോ. 3500 രൂപയാണ് എനിക്ക് ഈ റൂമിന് ആയത്, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. വാവ്, ഇത് പൊളിച്ചു. താഴേക്ക് കാർപ്പറ്റ്, പിന്നെ AC ഉണ്ട്, ചൂടാക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഒരു വലിയ TV ഉണ്ട്, ഭയങ്കര സ്പേസ്. ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടേബിൾ ഉണ്ട്. ഇവിടെ ഒറിജിനൽ ചെടിയാണ്. ഇപ്പോൾ ഏത് ചെടി കണ്ടാലും ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നോക്കുവാണ്. പുറത്ത് നല്ല അടിപൊളി വ്യൂ ഒക്കെ കാണാം. ഇവിടുത്തെ കുറേ കെട്ടിടങ്ങളൊക്കെ കാണാം. എന്തായാലും സംഭവം പൊളിയാണ്. കിഡ്ലൻ റൂമാണ്. അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. 3500 രൂപയ്ക്ക് ഇത് എന്തായാലും ലാഭമാണ്. കാരണം ചൈനയിലെ റൂംസ് എല്ലാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുറികളാണ്. അതെന്തായാലും പൊളിച്ച്. ഇവിടെ വലിയൊരു മിററുണ്ട്. ദിസ് ഈസ് ദ വാഷ്റൂമിൻ്റെ ലൈറ്റ് അവിടെ, എക്സോസ്റ്റ് ഫാന്, മിറർ ലാമ്പ്, ടോയ്ലറ്റ് ലൈറ്റ്, ഡു നോട്ട് ഡിസ്റ്റർബ്. യെസ്, വാവ്, അടിപൊളിയാണല്ലോ. പൊളിച്ച്. നല്ല അടിപൊളി റൂമേ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെന്തായാലും പൊളിച്ച് കൊള്ളാം. ഇനി കഥ പറയാം. അപ്പോൾ അങ്ങനെ പാസ്പോർട്ട് കൊടുത്തിട്ട് അവർക്ക് എൻ്റെ ബുക്കിംഗ് കിട്ടുന്നില്ല. അങ്ങനെ ഫൈനലി അവർ എൻ്റെ ബുക്കിംഗ് നമ്പർ കണ്ടുപിടിച്ച് തപ്പിപ്പിടിച്ച് അവരെൻ്റെ ബുക്കിംഗ് എടുത്തു. അവർക്ക് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ഫോറിനേഴ്സ് മാത്രം വരുന്നൊരു സ്ഥലമാണത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസാണ്. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് കൊടുത്തു. പാസ്പോർട്ടിൻ്റെ വിസ പേജൊക്കെ ഇവിടെ സ്കാൻ ചെയ്യണം. നമ്മൾ എന്നാണ് എൻ്റർ ചെയ്തത്, ഓവർ സ്റ്റേ ആണോ എന്നൊക്കെ അവർക്ക് നോക്കണം. അതൊക്കെ നമ്മൾ ഓവർ സ്റ്റേ ആണെങ്കിൽ നമുക്ക് റൂം കിട്ടില്ല ഇവിടെ. ഇപ്പോൾ നിങ്ങളുടെ വിസ എക്സ്പയർ ആയി, നിങ്ങൾ 30 ദിവസത്തെ വിസയാണ് കിട്ടിയത്, 34 ദിവസം നിങ്ങളൊരു ഹോട്ടൽ എടുക്കാൻ പോയാൽ നിങ്ങൾക്ക് ഹോട്ടലിൽ താമസിക്കാൻ പറ്റില്ല. അതാണ് അവസ്ഥ. ഹോട്ടൽ കിട്ടില്ല ഓവർ സ്റ്റേ ആയി കഴിഞ്ഞാൽ. അപ്പോൾ അത് നോക്കി. എന്നിട്ട് എന്നോട് ഇവിടെ നിന്ന് എങ്ങനെയാണ് പോകുന്നത്, ഇനി എങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ ചൈനയിൽ ആദ്യം എവിടെയാണ് വന്നത്, പിന്നെ ഞാൻ ഇനി പോകുന്ന ട്രെയിനിൻ്റെ നമ്പർ, ഞാൻ പറഞ്ഞാൽ ഇനി ഉറുംചിക്കാണ് പോകുന്നത് തിരിച്ച്, എന്നിട്ട് അവിടെ നിന്ന് ഞാൻ കസാഖിസ്ഥാനിൽ പോകുന്നു പറഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് വാങ്ങിച്ചു. കാരണം ഇവർക്ക് ഈ ഹോട്ടലിൽ ഗസ്റ്റിനെ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണമായിരിക്കാം. എന്നിട്ട് എനിക്ക് റൂം കീ തന്നു. എന്തായാലും അത്രയും സംഭവങ്ങൾ നടന്നു. ഇതിവിടെ മാത്രമല്ല, ചൈനയിലെ എല്ലാ സ്ഥലത്തും നടക്കുന്ന ഒരു കാര്യമാണ്. ഇവർക്ക് ഇത് അറിവില്ലാത്ത കൊണ്ടാണ് എനിക്ക് കുറച്ച് ടൈം എടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.
ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നമുക്ക് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കാണാം, എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്നൊക്കെയൊന്ന് നമുക്ക് നോക്കണ്ടേ. ആളുകളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സ്ട്രെയിഞ്ച് ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. കാരണം നമ്മളൊക്കെ ഇവിടുത്തെ വിചിത്ര ജീവികളെ പോലെയാണ് ആളുകൾ കാണുന്നത്. കാരണം ഇവിടെ അങ്ങനെ ടൂറിസ്റ്റുകൾ വരുന്നില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. എനിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം, കാരണം ഞാനിന്നൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ലെറ്റ് മീ ഗോ ആൻഡ് ഫൈൻഡ് സം ഫുഡ് സ്പോട്ട്. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്നൊക്കെയൊന്ന് നോക്കാം. നമ്മളിവിടെ കാണുന്ന ഈ പല കെട്ടിടങ്ങളും ഉണ്ടല്ലോ, ട്രഡീഷണൽ സ്റ്റൈലിൽ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ് ഈ കാണുന്നതെല്ലാം. അതായത് ഇവിടെ ചൈനയിൽ ഈ ഒരു ഷിൻജിയാങ് പ്രൊവിൻസിൽ കംപ്ലീറ്റ് കാണുന്ന കെട്ടിടങ്ങളും ഇവിടെ നമുക്ക് ഇത്തരത്തിൽ പുതിയതായിട്ട് നിർമ്മിച്ചതാണ്. നമ്മൾ ഉറുംചിയിലും കാഷ്ഗറിലും എല്ലായിടത്തും കണ്ടത് അതുപോലത്തെ കെട്ടിടങ്ങൾ തന്നെയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും തടി കൊണ്ടുള്ള കൊത്തുപണികളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് തോന്നും, പക്ഷേ അത് തടിയല്ല, അത് കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ്. കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ മുകളിൽ അത് മനോഹരമായിട്ട് അത്തരത്തിലുള്ള ഡിസൈൻസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്നാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒരു ടൈപ്പ് ഓഫ് ടൈല് പോലത്തെ സംഭവം, കല്ല് പോലത്തെ സംഭവമൊക്കെ ഇങ്ങനെ ഇത്തരത്തിൽ വെച്ചാണ് ഇത് ചെയ്യുന്നത്. കണ്ടോ, ഞാനിപ്പോൾ ഈ ഒരു നഗരത്തിൻ്റെ, അതായത് ഇവിടെ നമ്മൾ ഇതൊരു ചെറിയ നഗരമാണെന്ന് പറഞ്ഞല്ലോ, ഇവിടുത്തെ ഒരു ആധുനിക വശം കാണാതെ കണ്ട് ഇവിടുത്തെ ആ ഒരു ട്രഡീഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടേക്ക് വന്നത്. കാരണം ഇത് അധികം ടൂറിസ്റ്റുകൾ വരാത്തൊരു സ്ഥലമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്കൊക്കെ ഭയങ്കര കൗതുകവും മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള കെട്ടിടങ്ങളൊക്കെയാണ് എനിക്ക് റോഡിൻ്റെ ഇരുവശങ്ങളിലും കാണാൻ സാധിക്കുന്നത്. വൈകുന്നേരം ലൈവ് ആകുന്ന ഒരു സ്ഥലമാണ് ഇതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വൈകുന്നേരമായി 4 മണി കഴിഞ്ഞു. ഓക്കെ ഒന്ന് പറഞ്ഞാ എന്തോ കടല എന്തോ സെറ്റപ്പാണ്. ലാജോ ലാജോ ഇട്ട് സെറ്റാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് എന്തോ എടുക്കുന്ന സാധനമാണ്. ഇത് നമ്മുടെ ധാന്യങ്ങളാണ്. കണ്ടോ, ധാന്യങ്ങൾ, ചെറുപയർ, വൻപയർ, അങ്ങനെ എല്ലാം കൂടെ ഇട്ട് ഇന്ദു 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 ഓക്കെ. അതെന്താ സംഭവം? കടലയല്ലേ? ഓക്കെ കടല അതങ്ങനെ എടുക്കുന്നതല്ലേ, എന്തോ ഒരു സൂപ്പിനകത്ത് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ലാജമാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ അവരെന്തൊക്കെയാണ് ഇട്ട് തരുന്നതെന്ന്. ഇത് നമ്മൾ ചാറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ പരിപാടിയാണ്, നമ്മുടെ നാട്ടിൽ ചാറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെയുള്ള പരിപാടിയാണത്. എന്താ ഇതിനകത്ത് എന്തോ ഒരു ക്യാബേജ് ലീവ്സും പിന്നെ മല്ലിയിലയും പിന്നെ ഇച്ചിരി ലാജയൊക്കെ ഇട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് മീ സീ ഹൗ ഇറ്റ് ഈസ്. മുളക് ഇത് വെറൈറ്റിയാണ്. മീറ്റ് ഇല്ലാത്തൊരു സാധനം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇവിടെ. ഹൗ മച്ച് ഉക്കോയ് എന്ന് പറഞ്ഞാൽ എത്രയാ? 1 2 3 എത്ര 5 5 50 രൂപ. അത് 50 രൂപ. ഉക്കോയ് എന്ന് പറഞ്ഞാൽ 50 അല്ലേ? അതാണ് സംഭവം. വിരൽ കാണിച്ച് നോക്കിയാൽ മതി. 1 2 3 4 5 എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് സംഭവം. ഓക്കെ, താങ്ക് യു. ഹലോ മുതലാളി, ഞാൻ ഇവിടെ ഹോത്താനിൽ വന്ന് ഫുഡ് അടിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾ എവിടെ എത്തി? എന്ത് പറ്റി? എന്തൊക്കെയോ വള്ളി പിന്നെ ഇവിടുത്തെ പോകുമ്പോ അവിടുത്തെ മിസ്സായോ? ഇവിടത്തെ ലേറ്റ് ആയോ? ഇവിടുത്തെ 3:30 3:40. അടിപൊളി. അവിടുത്തെ പോകണ്ട. അവിടെ എത്തുമ്പോ അവിടുത്തെ ഫ്ലൈറ്റ് 6 മണിക്ക്, അവിടെ എത്തുമ്പോ 6:45. പൊളിച്ച്. ഞാൻ ഇവിടെ നിന്ന് കടല വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് കഴിച്ചോണ്ടിരിക്കുകയാണേ. ഈ സാധനം ഉണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷിൻജിയാങ് ഭാഗത്ത് വന്നിട്ട് ഒരു വെജിറ്റേറിയൻ ഓൺലി ഐറ്റം കാണുന്നത്. ഞാൻ ഇതുവരെ കണ്ടില്ലായിരുന്നു. എനിക്ക് ശ്വേതയായിട്ടൊക്കെ ഇവിടെ പറഞ്ഞത് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ ശ്വേത വന്നു കഴിഞ്ഞാൽ ശ്വേത പട്ടിണിയാവും. ഒന്നുമില്ല വെജ്. ആദ്യമായിട്ടാണ് കാണുന്നത് വെജ്. ഇതിനിടയ്ക്കൂടെ ഇതേപോലെ ചെറിയ ചെറിയ സ്ട്രീറ്റുകളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു ഓൾഡ് ടൗൺ ഏരിയ ആയിരുന്നു. ഈ ഓൾഡ് ടൗൺ ഏരിയ, അവിടുത്തെ ഈ പഴയ കെട്ടിടങ്ങളൊക്കെ ഇവിടുത്തെ സർക്കാർ ആ ഒരു സേഫ്റ്റി കൺസേണിൻ്റെ കാര്യമായിട്ട് പൊളിച്ച് മാറ്റി പുതിയത് പണിതതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ് നമുക്കിവിടെ എല്ലാം കാണാൻ സാധിക്കുന്നത്. ഇവിടെ എല്ലാം ലാൻഡേൺസ്, മനസ്സിലായില്ലേ? എന്നിട്ട് ഈ സ്ഥലങ്ങളെല്ലാം റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറി. വാവ്, നല്ലൊരു വുഡൻ സ്റ്റൈൽ ടച്ച് ഉണ്ട് എല്ലാം. ശരിക്കും ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാഴ്ചയാണ് ഇവർ ചെയ്യുന്നത്. അതായത് പണ്ടത്തെ വീടുകൾ എന്ന് പറയുന്നത് പലതും പുതിയ കാലത്ത് ഒന്നാമത് ബ്യൂട്ടിഫിക്കേഷൻ, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. 2 സേഫ്റ്റി പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കി സർക്കാർ ഇതുപോലെയുള്ള ഇനിഷ്യേറ്റീവ് എടുത്ത് ആ ഒരു ഏരിയ തന്നെ റിനോവേറ്റ് ചെയ്ത് കുട്ടപ്പനാക്കുന്ന കാണുമ്പോഴത്തേക്കിനും അതൊരു എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാണാം. നമുക്ക്
നൈസായിട്ട് വേറെ എന്തെങ്കിലും ഒരു സംഭവം കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫിഷ് ആണെന്ന് തോന്നുന്നു, ഉയ്ഗൂർ സ്റ്റൈൽ ഫിഷ്. ഇതിവിടെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ, അടിപൊളി മോനെ. ഫിഷ് ഗ്രില്ല് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് മൊത്തത്തിലേ കിട്ടുള്ളൂ, ഒരു ചെറിയ കഷ്ണമായിട്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അടിപൊളി. ഈ തണുപ്പത്ത് നല്ല ഫ്രഷ് ഫിഷ് കിടക്കുന്നല്ലോ. അവിടെ ചെറിയ കഷ്ണം കിട്ടില്ല, വലിയ കഷ്ണം ഫുൾ പീസ് ആയിട്ടേ ഉള്ളെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇറങ്ങി നടന്നു. ഇവിടുത്തെ മൊത്തം റെസ്റ്റോറൻറ്റുകളാണല്ലോ. ഇത് കൊള്ളാമല്ലോ. ഇത് പുലാവ് ഉണ്ടാക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. വാവ്, ഓപ്പണായിട്ട് പുലാവ് ഉണ്ടാക്കുന്നതാണോ നോക്കി. പൊളിച്ച് പൊളി. ഇത് എന്ത് സെറ്റപ്പ് ഇത്. ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചനാണ് ഈ റോഡിലുള്ള ഈ ഒരു സംഭവം കണ്ടോ. കിച്ചണിൽ ഇവിടെയാണ് പുലാവ് ഉണ്ടാക്കുന്നത്. അത് കൊള്ളാമല്ലേ പരിപാടി. പിന്നെ ഇവിടെ എല്ലാം മറ്റേ ഉയ്ഗൂർ സോങ്സാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ അറബി പാട്ടൊക്കെ പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഉയ്ഗൂർ സോങ്സാണത്. നല്ല രസമുണ്ടല്ലേ, ഒരു പ്രത്യേക വൈബാട്ടോ. ഈ സ്ഥലമൊക്കെ എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇത് കണ്ടില്ലേ, ഇതൊരു പഴയ ഒരു സ്ക്വയറാണ്. ആ ഒരു പഴയ സ്ക്വയർ റിനോവേറ്റ് ചെയ്ത് പുതിയ സ്ക്വയറാക്കി മാറ്റി. എല്ലായിടത്തും പോലീസുകാരാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം സഹീർഭായി ഉണ്ടായിരുന്നല്ലോ കൂടെ, ഞാൻ ഭയങ്കര കംഫർട്ട് സോണിലായിരുന്നു. ഞാനിപ്പോൾ ആ കംഫർട്ട് സോൺ വിട്ടിട്ട് ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കിനും എനിക്ക് എന്താ പറയുക, നമ്മൾ കൂടെ ഒരാളുള്ളപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള കുറേ പ്രിക്കോഷൻസ് എടുക്കണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. എനിക്ക് ആ കടയിൽ ഫിഷ് കണ്ടപ്പോൾ മുതൽ എനിക്ക് ഫിഷ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാനിങ്ങനെ കുറേ നേരമായിട്ട് ഫിഷ് കിട്ടുമെന്ന് നോക്കി നടക്കുക. ഇത് മൊത്തം സൂവനീർ ഷോപ്പുകളും ബാക്കിയുള്ള കടകളും മറ്റു പരിപാടികളൊക്കെയാണ്. ഇങ്ങോട്ട് കുറേ ഉണ്ട്, ഇങ്ങോട്ട് കുറേ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുറേ ഉണ്ട്. ഇത് എങ്ങോട്ട് നടക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ മൊത്തത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ 90% ആൾക്കാർ ഉയ്ഗൂർ വംശത്തിൽപ്പെട്ട ആൾക്കാരാണ്. ബാക്കി 10% മാത്രമേ ഉള്ളൂ ചൈനീസ്, ആ ഒരു പ്യുവർ ചൈനീസ് ആൾക്കാർ. ഇവിടുത്തെ ഭാഷയും ഉയ്ഗൂർ ഭാഷയാണ്. പിന്നെ ചൈനീസ് മാൻഡറിനും സംസാരിക്കും. പക്ഷേ ഇവർ കൂടുതൽ ആൾക്കാരും ഉയ്ഗൂർ ഭാഷയാണ് സംസാരിക്കുന്നത്, ലോക്കലി സംസാരിക്കുന്ന ഭാഷ. ഇവിടെ പ്രാവ് ഫീഡിങ് ഉണ്ട്. ഫീഡ് ചെയ്ത് ഈ പ്രാവിനെ ഇവർ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ഇവിടെ പല സ്ഥലത്തും പ്രാവിൻ്റെ ഇറച്ചി, പ്രാവിൻ്റെ സൂപ്പ്, അങ്ങനെ പല സംഭവങ്ങളും ഞാൻ കഴിക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടായിരുന്നു. വെള്ളപ്രാവ് കണ്ടില്ലേ, സമാധാനത്തിൻ്റെ സന്തോഷം ഉളവാക്കുന്ന വെള്ളപ്രാവ്. അയ്യോ, ഋഷിനെ പോലെ ഒരു ഇറക്കനാണെന്ന് കരയുന്നു പ്രാവിനെ കണ്ട് പേടിച്ചിട്ട്. പക്ഷെ ഋഷി പ്രാവിൻ്റെ പുറകെ ഇങ്ങനെ ഓടുമായിരുന്നു. അയ്യോടാ, കൊള്ളാമല്ലേ, നല്ല മുഴുത്ത പ്രാവ് കേട്ടോ എല്ലാം. അച്ഛോ, ചെറുക്കൻ്റെ പുറത്ത് കയറിയിരിക്കുന്നത്. ആ കുഞ്ഞിനാണ് പേടി മൊത്തത്തിൽ. ഇതെല്ലാവരും പുറത്ത് കയറിയിരിപ്പുണ്ടല്ലോ. ഞാനും പോയി നോക്കട്ടെ, എൻ്റെ പുറത്ത് കയറി നിൽക്കുമോ നോക്കട്ടെ. എൻ്റെ പുറത്ത് കയറിയിരിക്കുമോ? എൻ്റെ പുറത്ത് വരുമോ പ്രാവേ? ഇല്ലെന്ന് തോന്നുന്നല്ലേ. ആ അതെ അതെ, എൻ്റെ പുറത്ത് വന്ന്. ഇത് ഹിന്ദി പാട്ടല്ലേ കേൾക്കുന്നത്? ഏയ് ഹിന്ദി പാട്ട്. ഹായ് നീ ആ ഹിന്ദി സോങ് ഹിന്ദി ഹിന്ദു ആ ഹിന്ദു സോങ്. ആ യെസ്, ഹിന്ദു. ആ ഹിന്ദു. ആ ഹിന്ദു ഹിന്ദുസ്ഥാൻ. ഓക്കെ, ആ സോങ് ഹിന്ദി സോങ് ആണ്. ഓക്കെ, ബൈ. അത് ശരി, അവരവിടെ ഹിന്ദി പാട്ട് ട്രെയിൽ എടുക്കുന്നത്. ഇവിടെ അമീർ ഖാനും ഷാരൂഖ് ഖാനും ഒക്കെ ഭയങ്കര പോപ്പുലർ ആട്ടോ. അമീർ ഖാനും ഷാരൂഖ് ഖാനുമാണ്. നമ്മളെ കാണുമ്പോഴേ അമീർ ഖാൻ ഷാരൂഖ് ഖാൻ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ആ റീൽ എടുത്തുകൊണ്ടിരുന്ന ആ ചേച്ചിനെ കണ്ടാൽ ചൈനക്കാരിയാന്ന് പറയുമോ? പറ. ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനത്തെ ആൾക്കാരാന്നേ, ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. നമ്മൾ നോർത്ത് ഈസ്റ്റിലെ ആൾക്കാരും നമ്മൾ നോർത്ത് ഈസ്റ്റിലല്ലാത്ത ഇന്ത്യക്കാരും തമ്മിൽ വ്യത്യാസമില്ലേ, അതേപോലെ. ഉയ്ഗൂർ തൈര് ഭയങ്കര ഫേമസ് ആട്ടോ ഇവിടുത്തെ. ഇവിടെ തൈര്, യോഗട്ടോ, നല്ല കാട്ടി തൈര്, നല്ല പുളിച്ച തൈര് കിട്ടും. ലസ്സി പോലല്ല, നല്ല പുളിച്ച തൈര് കിട്ടും. അത് ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. ഇത് കണ്ടോ, ഞാനിപ്പോൾ വന്ന സ്ട്രീറ്റേ, ഇവിടുത്തെ ഡിസൈനല്ല ഈ ഡിസൈനല്ലേ കണ്ടോ. പക്ഷേ അതിൻ്റെ ഇങ്ങോട്ടേക്ക് സൈഡ് മാറിയപ്പോഴത്തേക്കും കണ്ടോ, ആധുനികമായിട്ടുള്ള ഡിസൈനിലുള്ള ബിൽഡിംഗ് കണ്ടോ. അതായത് ഇതിനൊന്നും വലിയ പഴക്കമില്ല. ഇതിങ്ങനെ പഴക്കമാക്കി ആ ഒരു ഏൻഷ്യൻ സിറ്റി പോലെ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ എല്ലായിടത്തും. ഇവിടെ ഒന്നും പഴയ നഗരം കാണാൻ സാധിക്കില്ല. അങ്ങനൊരു സംഭവം ഇവിടെ ഇല്ല. വല്ല സിറ്റിയിൽ നിന്ന് ഒരു ടൗണിൽ നിന്ന് ഒരു 100-200 കിലോമീറ്റർ പുറത്ത് എവിടെയെങ്കിലും പോയാൽ വല്ല ഒരു ചെറിയ ഒഴിഞ്ഞ സ്ഥലം കാണും. പഴയ നഗരം എന്ന് പറയുന്നത് കാണാനില്ല. ഞാനിപ്പോൾ പറഞ്ഞതിന് വലിയൊരു എക്സാമ്പിൾ ചിത്രമായിട്ട് ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, 21/5/2016 ഇങ്ങനെ ഇരുന്ന ഈ സ്ഥലം ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. അതായത് 2016 ശേഷമാണ് ഇത് റിനോവേറ്റ് ചെയ്തതെന്ന് കാണിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ ഇരിക്കുന്നത് കണ്ടോ. ഇത്തരത്തിലിരുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമുക്ക് അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ കാണാനാണ് പലർക്കും ഇഷ്ടം. അങ്ങനത്തെ സ്ഥലമൊന്നും ഇവിടെ ചൈനയിലില്ല സുഹൃത്തുക്കളെ. നോക്കൂ, അതെല്ലാം മാറ്റി അതുപോലെ കിടന്ന സ്ഥലമൊക്കെ ഇങ്ങനെ ആക്കി മാറ്റി. അതാണ് ഇവിടെ കാണുന്നത്. ഈ ഏരിയ അങ്ങനെ ഇരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. കണ്ടോ, നമ്മുടെ നാട്ടിലെയും ചേരികളൊക്കെ നമുക്ക് പൊളിച്ച് മാറ്റി ഇതേപോലെ നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളാക്കി മാറ്റാവുന്നതേ ഉള്ളൂ അല്ലേ. പിള്ളേരൊക്കെ എന്നെ നോക്കുക കേട്ടോ, എല്ലാവരും എന്നെ നോക്കുക. പെൺപിള്ളേരെ ഏറ്റവും കൂടുതൽ നോട്ടം.
ഇവിടെ എന്തോ ഒരു സംഭവം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തേങ്ങയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. തേങ്ങയല്ല, മറ്റേ മാതള നാരങ്ങ കണ്ടോ, മാതള നാരങ്ങ ഗൈസ്, മാതള നാരങ്ങയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. എന്തെങ്കിലും കഴിക്കണം. ഞാൻ ഇങ്ങനെ കഴിക്കാനിടയിൽ ഫിഷ് ഇങ്ങനെ തലയിൽ പിടിച്ചിട്ടേ ഇങ്ങനെ ഫിഷ് കഴിക്കണം എന്നുള്ളൊരു മൂഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ എന്താ തിരക്ക് കാണുന്നത്? ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ. ഷൂസ്, ഏതെടുത്താലും 100 എന്നും പറഞ്ഞിട്ട് ഷൂസ് വിൽക്കാൻ കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ? അടിപൊളി ഷൂസിൻ്റെ കട കേട്ടോ. അകത്തേക്കുണ്ടോ? എന്ത് തിരക്കാ ഇവിടെ. ഒക്കെ ഇവരുടെ ഭാഷ കേട്ടോ പറയുന്നത്, ഉയ്ഗൂർ ഭാഷ കേട്ടോ പറയുന്നത്. അത് വാങ്ങിച്ചവിടെ സ്ട്രീറ്റിൽ തന്നെ ഇരുന്ന് ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. ചാത്തൻ ഷൂസാണ് ഉണ്ടല്ലോ, നൈക്കി, അഡിഡാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ചാത്തനാണോ എന്താ നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു ഷൂസ്. സ്വർണ്ണക്കടകൾ ഇവിടെ ഞാൻ കുറേ കണ്ടു കേട്ടോ. ഇവർ ഭയങ്കര സ്വർണ്ണാഭരണ പ്രിയരാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇവിടെ ധാരാളം സ്വർണ്ണക്കടകൾ ഞാൻ കണ്ടു. വരുന്ന വഴിക്കൊക്കെ ഞാൻ കണ്ടു, കുറേ സ്ഥലത്തുണ്ട്. വാവ്, നല്ല തിളങ്ങുന്ന വസ്ത്രങ്ങൾ കണ്ടോ. ഇതൊക്കെ ഇവരുടെ സ്റ്റൈലാട്ടോ. ഇത് പ്രോപ്പർ ചൈനീസ് സ്റ്റൈലൊന്നും അല്ല, ഇവരുടെ സ്റ്റൈലാണിത്. ഉയ്ഗൂർ സ്റ്റൈലാണല്ല. കണ്ടോ ഇത് ഈ റഷ്യൻസും ഉസ്ബെക്ക് ഇവിടുത്തെ ആൾക്കാരൊക്കെ വെക്കുന്ന ടൈപ്പ് തൊപ്പികളാണ് ഇതൊക്കെ, കണ്ടില്ലേ? അങ്ങനത്തെ തൊപ്പി മാത്രം വിൽക്കുന്നൊരു കട. വാവ്. നമുക്ക് ഉറുംചിയിലുണ്ടായിരുന്ന അത്ര തണുപ്പ് എനിക്ക് കാശ്ഗറിലും ഇവിടെയും ഫീൽ ചെയ്തിട്ടില്ല. ഉറുംചിയിലായിരുന്നു ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ നാളെ ഉറുംചി പോയിട്ട് നേരെ നമ്മൾ ചൈനീസ് ബോർഡറിലേക്ക് പോവുകയാണ്. കണ്ടിന്യൂസ് ട്രെയിൻ യാത്രയാണ് ഇനിയിപ്പം നാളെ എനിക്ക് ഇവിടെ നിന്നുള്ളത്. ഇവിടെ നിന്ന് ഓവർനൈറ്റ് യാത്രയുണ്ട് ഉറുംചിക്ക്. അത് കഴിഞ്ഞിട്ട് ഉറുംചിയിൽ നിന്ന് പിന്നെ ഒരു ഓവർനൈറ്റ് യാത്രയുണ്ട്. അങ്ങനെ മൊത്തത്തിൽ യാത്രയാണ്. കാരണം ഇനി ചൈനയിൽ നിന്ന് ഇറങ്ങാൻ സമയമായി. ഇത് നമ്മൾ ഇന്ത്യയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഭയങ്കര കളർഫുൾ ഷാളുകളും പിന്നെ വേറെ കുറേ ടൈപ്പ് സംഭവങ്ങളും വസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് കാർപ്പറ്റ്സിൻ്റെ ഏരിയ ആണ്. ഈ ഷിൻജിയാങ്ങിലാണ് ഏറ്റവും കൂടുതൽ കാർപ്പറ്റുകൾ ഉണ്ടാക്കുന്നത്. പലതരത്തിലുള്ള വൂള് കൊണ്ടുണ്ടാക്കിയതും പിന്നെ പല മൃഗങ്ങളുടെ രോമങ്ങൾ എടുത്തുണ്ടാക്കുന്നതുമായിട്ടുള്ള നല്ല ഒത്തൻറ്റിക് കാർപ്പറ്റുകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഷിൻജിയാങ്. എന്ത് കളർഫുള്ളാണല്ലേ എല്ലാം. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ആഹാ, സ്ട്രീറ്റ് ഫുഡിൻ്റെ സ്ഥലത്തിരിക്കുകയാണ്. ഇത് ഇവിടെ ലാമ്പ്, ഓഫ് കോഴ്സ് ലാമ്പാണല്ലോ മൊത്തത്തിലെല്ലാം. ലാമ്പും അതേപോലെ തന്നെ നാൻ ബ്രെഡും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സെറ്റപ്പ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത്രയും ലോക്കലൊരു കട ഞാൻ ആദ്യമായിട്ടോ ചൈനയിൽ വന്നിട്ട് കാണുന്നത്. അവിടെ ഒരാൾ ഇവിടെ ഇരുന്ന് ഇറച്ചി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പുറത്ത് അത് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പരിപാടികൾ. ഇവിടെ പലചരക്ക് കടകളും ബാക്കിയുള്ള കടകളും സംഭവങ്ങളൊക്കെയാണ്. അടിപൊളി, നൈസ്. ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച കാഴ്ചകളൊക്കെ വരുന്നില്ലേ? ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഒരു ചെറിയൊരു ഓൾഡ് ഡൽഹി വൈബില്ലേ, അതാണ്. ഉന്തുവണ്ടികളിൽ കച്ചവടം ചെയ്യുന്ന കുറേ ആൾക്കാരെ കാണാൻ സാധിക്കും. അവർ ഫ്രൂട്ട്സും അതേപോലുള്ള പല സംഭവങ്ങളാണ്. ആപ്പിളുണ്ട്, കുഞ്ഞ് ഓറഞ്ചുകളുണ്ട്, പഴം വരെ ഉണ്ട് കേട്ടോ. പഴം അമ്മൂമ്മനെ കണ്ടോ? അമ്മൂമ്മ നോക്കി, അപ്പൂപ്പിനെ കണ്ടോ? നോക്കി, അടിപൊളി. ഇതാണ് ഏതെടുത്താലും 10 ആ സെറ്റപ്പാണ്. ആ സെറ്റപ്പിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അനൗൺസ്മെന്റിൽ അങ്ങ് റെക്കോർഡ് ചെയ്ത് അങ്ങ് വെച്ചിരിക്കുകയാണ്. ഇവിടെ മൊത്തം അതാട്ടോ, എല്ലാ കടകളിലും അനൗൺസ്മെന്റാണ്, റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, പക്ക ലോക്കൽ മാർക്കറ്റ്. ഒരു മാസമായിട്ട് ഇവിടെ യാത്ര ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു കാഴ്ച ഞാൻ ചൈന കണ്ടില്ല. ഇത്രയും ലോക്കലായിട്ടുള്ളൊരു മാർക്കറ്റ്. സൈക്കിളും പ്രാമും ഒക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ടല്ലോ. എനിക്ക് കുറേ ഡിഫറെൻറ്റ് കടകളാണ്. സൈക്കിള്, പ്രാമ്, അതാണ് ഇവിടെ ഈ ഒരു കടകളിൽ വിൽക്കാൻ. മൊത്തം അത് തന്നെയാണോ. പിന്നെ കുട്ടി ഉടുപ്പുകൾ, കുട്ടികളുടെ വസ്ത്രങ്ങൾ. ഇന്ന് ഈ ഹോത്തൻ എന്ന് പറഞ്ഞ നഗരത്തിൽ താമസിക്കുന്ന ഇന്ത്യക്കാരൻ മിക്കവാറും ഞാനായിരിക്കും കേട്ടോ. മിക്കവാറും വൈകിട്ട് പോലീസ് തപ്പി ഹോട്ടലിൽ വരാനുള്ള സാധ്യതയെല്ലാം ഞാൻ കാണുന്നുണ്ട്. വേറെ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതെന്താ സംഭവം? ഇത് നമ്മളെ ചെമ്പരത്തി താളി ഉണ്ടാക്കുന്ന പോലെ എന്തോ ഇല വെച്ചിട്ട് ഇടിച്ച് ചതച്ച് അങ്ങനത്തെ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. നോക്കി, ഇതെന്തോ ഒരു കുരുവാണ്. കുരു വെച്ച് എന്തോ ഒരു സാധനം. പച്ചമരുന്ന് കണ്ടോ? പച്ചമരുന്നുകൾ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പച്ചമരുന്നുകൾ. അടിപൊളി. ഇതിപ്പോൾ അലമ്പും ബഹളമായല്ലോ. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്, കണ്ടില്ലേ, കംപ്ലീറ്റ്. കറക്റ്റ് എനിക്കിപ്പോൾ ഒരു ഓൾഡ് ഡൽഹി വൈബ് കിട്ടി കേട്ടോ. ഓൾഡ് ഡൽഹി വൈബ്. നല്ല ക്രൗഡും നല്ല തിരക്കും. എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുക ഇവിടെ. ഞാനിവിടുത്തെ ഒരു അന്യഗ്രഹ ജീവിയാണ് മൊത്തത്തിൽ. ആഹാ, അങ്ങനെ ഇത് വേറെ ലെവൽ സ്ഥലം. ഇതാണ് ഞാൻ തപ്പിക്കൊണ്ട് നടന്ന സ്ട്രീറ്റ്. കാരണം നമുക്കിതാണല്ലോ റിയൽ വൈബ് കിട്ടുന്നേ, അല്ലേ? ആ ഒരു നാടിൻ്റെ റിയൽ വൈബ് അവിടുത്തെ ലോക്കൽ സ്ട്രീറ്റിൽ പോകുമ്പോഴാണ് നമുക്ക് കിട്ടുക. കണ്ടില്ലേ, സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു ബിൽഡിങ്ങിലേക്ക് കയറി. ഇത് ഇവിടുത്തെ വേറൊരു ലോക്കൽ മാർക്കറ്റ് ബിൽഡിംഗ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ഇവിടെ കച്ചവടം ചെയ്യാനായിട്ട് പൈസ ഇല്ലാത്ത ആൾക്കാരാണ് സ്ട്രീറ്റിലിരുന്ന് കച്ചവടം ചെയ്യുന്നത്, എല്ലായിടത്തും ഉള്ള പോലെ തന്നെ. അപ്പോൾ ഇതിനകത്ത് മൊത്തം ഈ കടകളാണ്, അതായത് തുണിക്കടകൾ, പിന്നെ മറ്റ് സംഭവങ്ങൾ, ഫാൻസി ഐറ്റംസ്. ഇവരുടെ ഒരു സാധാരണക്കാരൻ്റെ ഷോപ്പിംഗ് മോള് പോലത്തെ
ഒരു ഏരിയ ആണ് കേട്ടോ ഇത് മൊത്തം. ഇതിൻ്റെ എനിക്കൊന്ന് മുകളിലത്തെ ഈ ഒരു ഫ്ലോറിൽ കംപ്ലീറ്റ് വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എൻ്റെ അമ്മ ഇത് ബിഗ് ആണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തേക്കും ഉണ്ടല്ലോ. ഇതൊരു വലിയ ഷോപ്പിംഗ് മോളാട്ടോ. ഇത് ഇവിടെ ഫയർ ട്രക്കൊക്കെ കിടപ്പുണ്ട്, ഫയർ എഞ്ചിൻ ഫയർ ട്രക്ക് സംഭവങ്ങൾ കിടപ്പുണ്ട്. നമുക്ക് താഴേക്ക് ഇറങ്ങാം. താഴെ എന്താണെന്ന് നോക്കട്ടെ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കടകളുണ്ട്, പിന്നെ കുറേ സ്ട്രീറ്റ് സെല്ലേഴ്സാണ് ഏറ്റവും കൂടുതൽ. എനിക്ക് തോന്നുന്നു ഈ സമീപ പട്ടണങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ, അല്ലെങ്കിൽ ഇവിടുത്തെ തന്നെ പട്ടണങ്ങളിൽ നിന്നുള്ള പല ആളുകളും ഷോപ്പിങ്ങിനും മറ്റും ഒക്കെ ആയിട്ട് വരുന്ന ഒരു വലിയൊരു ഏരിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇവിടെ ഫുൾ ഫുഡ്, അടിപൊളി വെറൈറ്റി ഫുഡ്. ഫ്രൈഡ് ചിക്കൻ മുതൽ തുടങ്ങും, എല്ലാം ഉണ്ട്. ഫ്രൈഡ് ചിക്കന്, ബർഗർ, അങ്ങനെ വെറൈറ്റി സാധനങ്ങളുണ്ടല്ലോ. അടിപൊളി. എല്ലാവരും എന്നെ നോക്കുന്നുണ്ടോ ഗൈസ്? കണ്ട, എല്ലാവരും എന്നെ നോക്കുകയാണ്. ഞാനിവിടെ ഇങ്ങനെ എന്താ പറയുക, വലിയ സ്റ്റാറായിട്ട് നടക്കുകയാണ്. ഞാനാണ് ഇവിടുത്തെ സ്റ്റാർ. എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്, തുറച്ച് നോക്കുന്നുണ്ട്. അടിപൊളി. ഇതാണ് നമ്മൾ ടൂറിസ്റ്റുകൾ അധികം വരാത്ത സ്ഥലത്ത് പോയാലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മളവിടുത്തെ സ്റ്റാർ ആയിരിക്കും. പക്ഷേ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടാവും. എന്നാലും സംഭവം വേറെ ലെവലല്ലേ. എനിക്ക് പക്ക ലോക്കൽ ഫുഡായിട്ട് ഇതൊക്കെ. എനിക്ക് ഈ മട്ടൺ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ പല സാധനങ്ങളും വാങ്ങാത്തത്. മട്ടണാണ് എല്ലാം. എന്ത് വാങ്ങിച്ചാലും അതിനകത്തെല്ലാം മട്ടൺ ഇട്ടിട്ടുണ്ടാവും. എന്നാൽ ഈ ഫ്രൈഡ് ചിക്കനൊക്കെ ഇങ്ങനെ ചുട്ട് വെച്ചിരിക്കുന്നുണ്ടല്ലോ, ബർഗറൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലോ. എനിക്ക് ഇവിടുത്തെ വലിയ ബസാറാണ് കേട്ടോ. ഇവിടുത്തെ ഒരു മെയിൻ ബസാർ ഏരിയ ആണെന്ന് തോന്നുന്നു. നല്ല ഹ്യൂജ് ഏരിയ, അകത്തോട്ടും ഉണ്ട് പുറത്തോട്ടും ഉണ്ട്, എല്ലായിടത്തേക്കും ഉണ്ട്. ഈ ഒരു ഏരിയ കണ്ടില്ലേ? ഈ ഒരു ഏരിയയിലേക്ക് ഒറ്റ എൻട്രൻസ് എക്സിറ്റേ ഉള്ളൂ. സെക്യൂരിറ്റി ചെക്ക് കഴിയാതെ ഒരൊറ്റ മനുഷ്യൻ ഈ ഒരു പരിസരത്തേക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ എല്ലാം സുരക്ഷിതമായിട്ട് പോകുന്നത്. ആ ബസാറിൻ്റെ പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. ഞാൻ അതിനകത്ത് കയറി ചുമ്മാ ഒന്ന് ചുറ്റിക്കിറങ്ങി പുറത്തേക്ക് ഇറങ്ങി. ഇത് കണ്ടോ, മത്തങ്ങ വാട്ടി വെച്ചിരിക്കുന്നത് കണ്ടോ നോക്കി. അതിൻ്റെ മേളിൽ മുളക് തേച്ചിട്ടുണ്ട് കണ്ടോ, അത് വെറൈറ്റി ആണ്. സ്ട്രീറ്റൊക്കെ നല്ല ക്രൗഡാണല്ലോ, അടിപൊളി. ഈ സമയം ഇപ്പോൾ എത്ര മണിയാണെന്നറിയോ? 5 മണി കഴിഞ്ഞു. 5 മണി. ഇന്ത്യ ഹിന്ദു യു നോ ഇന്ത്യ ഹിന്ദു യെസ് ഇന്ത്യ ഹിന്ദുസ്ഥാൻ യെസ് അവർക്ക് നാടോ എന്നെ കണ്ടിട്ട്. അച്ചോടാ ക്യൂട്ട്. ഐ ഡോണ്ട് നോ ചൈനീസ്. യു സ്പീക്ക് ഇംഗ്ലീഷ്? നോ? ഓക്കെ, ശിശി, നൈസ് ടു മീറ്റ് യു. സ്കൂൾ പിള്ളേരാട്ടോ. എനിക്ക് ഇപ്പോൾ നേപ്പാളിലൊക്കെ പോയൊരു ഫീലുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന്. കാരണം ആളുകൾ പലരും ഉണ്ടല്ലോ, ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ നോക്കി ഇൻട്രാക്ട് ചെയ്ത് നമ്മളോട് പല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഭാഷ അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അവർക്കെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഭാഷ അറിയാമായിരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു, ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുമായിരുന്നു. ഇവരുടെ വസ്ത്രങ്ങളൊക്കെ എല്ലാം വെറൈറ്റി കേട്ടോ. എനിക്കിപ്പോൾ ജാക്കറ്റ് ഇട്ടിട്ട് ചൂടെടുക്കുന്നത്. നിങ്ങളിപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇവിടെ. അമ്മച്ചിമാരൊക്കെ നല്ല രസമല്ലേ കാണാനായിട്ട്? എല്ലാവരും നല്ല രസമുണ്ട് കാണാനായിട്ട് അമ്മച്ചിമാരൊക്കെ. ആളുകൾ വലിയ ക്യാമറ ഷൈ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും എന്താ പറയുക, ഇങ്ങനെ ക്യാമറയിലൊക്കെ നോക്കി ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ദൈവമേ, തിരക്ക് നടക്കാൻ പറ്റുന്നില്ല. ആ പെണ്ണുങ്ങൾ എൻ്റെ മുമ്പിൽ പോയിരുന്ന പെണ്ണുങ്ങൾ ഇപ്പോൾ എൻ്റെ പുറകിലായി. അവർ നൈസായിട്ട് എൻ്റെ മുന്നിൽ കയറ്റിയിട്ട് എൻ്റെ പുറകിൽ നിൽപ്പുണ്ട്. ഇങ്ങനത്തെ കുറേ ലോക്കൽ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഇത് കംപ്ലീറ്റ് എനിക്കിപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ നഗരത്തിലെ ഒരു സ്ട്രീറ്റിൽ പോയ ഫീലാട്ടോ. എല്ലാം ഫുള്ള് അതേപോലെ എല്ലായിടത്തും ഈ പറഞ്ഞ അനൗൺസ്മെൻറ്റും വെച്ചിട്ടേ ആളുകൾ ഇങ്ങനെ നടക്കുകയാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. ഇതാ ബസാറിലേക്ക് വണ്ടികൾ പോകുന്ന വഴിയാണ്, പക്ഷെ നമുക്ക് ഇതിലൂടെ നടന്ന് കയറാൻ പറ്റില്ല. വേറെ വഴി കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. സ്ട്രീറ്റിലാണ് ബസാറിനെക്കാട്ടി കൂടുതൽ തിരക്ക് കേട്ടോ. എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. എന്തോ ഇവിടെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട്, എന്തോന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. വരുന്ന എല്ലാവരോടുമായിട്ട് ഇങ്ങനെ സംസാരിക്കുക. കച്ചവടക്കാരനായിരിക്കും മേ ബി. ഐസ്ക്രീം കടയുടെ പരസ്യം, പാട്ട്. ഐസ്ക്രീം കടയാണത്. പാട്ടൊക്കെ വെച്ച് ആൾക്കാരെ വിളിച്ചോണ്ടിരിക്കുക അകത്തേക്ക്. ഞാനേ ഒരു സാധനം ഓർഡർ ചെയ്ത് ഇവിടെ മുട്ടയും കുറേ സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഇത് എഗ് റോള് പോലത്തെ ഒരു സാധനമാണ്. ജിയാങ് ബിങ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എന്തെങ്കിലും സാധനം കഴിക്കാമല്ലോ. കല്ലൊക്കെ ചൂടാക്കി എന്താ പരിപാടിയൊക്കെയാണല്ലോ. അതിനകത്ത് എന്തോ ഒരു മാവുണ്ട് അവരുടെ കയ്യിൽ. ആ മാവ് വെച്ച് ആദ്യം അതിലെന്തോ ചുട്ട് സെറ്റാക്കി എടുക്കുന്ന പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലെറ്റ് മീ സീ. ആഹാ, എൻ്റെ അമ്മോ, ഇത് കുറേ ഉണ്ടല്ലോ. കുറച്ച് മതി. ഇത് ഇത്ര എന്തോരം ഉണ്ട് ഇത്. അടിപൊളി. എൻ്റെ പൊന്നെ, ഇത് ആന വലിപ്പം ഉണ്ടാവല്ലോ മിക്കവാറും. പിന്നിന് വേറൊന്നും കഴിക്കണ്ട. 2 മുട്ട
എടുത്ത് പൊട്ടിച്ച് ആ ദോശമാവിൻ്റെ മേലെ ഇട്ട്, ഗോതമ്പാണോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല, ഇതിൻ്റെയോ മാവാണ്. എന്നിട്ട് അതിങ്ങനെ അതിൻ്റെ മേളിലിട്ട് ക്രഷ് ചെയ്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുട്ട ക്രഷ് ചെയ്ത് കംപ്ലീറ്റ് അതിൻ്റെ മേലെ തേച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേളിൽ മറ്റേ വെള്ള എള്ളിട്ടു, വൈറ്റ് എള്ള്, പിന്നെ മുളക് പൊടിയും വേറെ എന്തൊക്കെയോ പൊടികളും കാര്യങ്ങളൊക്കെ ഇടും. ഇത് നമ്മൾ എഗ്ഗ് ദോശ ഉണ്ടാക്കുന്ന പോലെ അല്ലേ? നമുക്ക് ആ റോൾ ആ സെറ്റപ്പ് അത് മറിച്ചിട്ട് മോനെ അത് പൊളിച്ച് അടിപൊളി. ഇതിൻ്റെ മുകളുടെ മുളകൊക്കെ തേക്കുന്നുണ്ട്. പൊളിച്ച് നല്ല എരിവുണ്ടാവും കേട്ടോ. എഗ്ഗ് റോൾ പോലത്തെ സാധനം ഉണ്ടാക്കുക. അതിനകത്ത് ഇവിടെ കുറേ ഇലകളും അതും ഇതൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം അതിൻ്റെ മേലെ തേക്കും. അടിപൊളി മോനെ, വേറെ ലെവൽ ഐറ്റം കേട്ടോ. മല്ലിയില അങ്ങനത്തെ, പിന്നെ സ്പ്രിങ് ഓണിയൻ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. അടിപൊളി. ദൈവമേ, ഇത് ഒരെണ്ണം മൊത്തം ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. ദിസ് ഈസ് ടു ബിഗ് ഫോർ മീ. മുറിച്ച് 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 അതിന് പാക്കറ്റിലാക്കി തരും. എൻ്റെ പൊന്ന്, 2 കഷ്ണം ഞാൻ കഴിച്ചാലായി. തകർത്ത്. ഇച്ചിരി കൂടെ ഉപ്പ് എൻ്റെ മേളിലിടുന്നുണ്ട്. ഹൗ മച്ച്? 8. അത്രേ ഉള്ളൂ. 80 രൂപ. അത് ലാഭമാണല്ലോ 8 എന്ന് പറഞ്ഞാൽ. ഓക്കെ, ശിശേ എനിക്കിവിടെ തന്നെ ഇരുന്ന് കഴിച്ചിട്ട് പോകാം. ഞാനിവിടെ കുറേ തപ്പി നടന്നിട്ട് എനിക്ക് വേറെ എവിടെ ഫിഷ് കിട്ടിയില്ല ഗൈസ്. ഫിഷ് കഴിക്കണം എന്നുള്ള മോഹം ഞാൻ ഉപേക്ഷിച്ചു. ഇത് കഴിക്കാം. അടിപൊളി. ഗോതമ്പല്ല, വേറെന്തോ മാവാ. എന്ത് മാവാന്ന് അറിയത്തില്ല, എന്തോ മാവാണ്. അതിനകത്ത് മുട്ട തേച്ച് ദോശ പോലെ ഉണ്ടാക്കി അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഇട്ട് ഇച്ചിരി ഉപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ടിട്ട് തന്നേക്കുന്നു. എഗ് റോൾ. ഐ ആം ബാക്ക് ടു ഹോട്ടൽ. എൻ്റെ പൊന്നു ഒന്നും പറയണ്ട. ടാക്സി കിട്ടാൻ ഭയങ്കര പെടായിരുന്നു. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് ടാക്സി കിട്ടാനായിട്ട്. ചെറിയ നഗരമായതുകൊണ്ടായിരിക്കും അധികം ടാക്സികളൊന്നും ഉണ്ടാവില്ല. ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് വരാൻ നേരം, ട്രെയിനിൽ കയറാൻ നേരമാണ് എൻ്റെ പാസ്പോർട്ടിലെ സ്റ്റാമ്പ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഞാൻ ഇറങ്ങേണ്ട സമയം ആയായിരുന്നു. അപ്പോൾ എനിക്ക് ഇറങ്ങാനായിട്ട് ഇതായിരുന്നു എൻ്റെ മുറി. 8807. യെസ്, ഞാൻ ഇവിടെ നിന്ന് ചൈനയിൽ നിന്ന് പുറത്തിറങ്ങേണ്ട സമയമായി. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ ഡേറ്റ് അവർ എൻട്രി ചെയ്തതാണോ എക്സിറ്റ് അടിച്ചതാണോ എന്നൊക്കെ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ 1-2 സ്ഥലങ്ങളിൽ കൂടെ പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അത് എന്തായാലും പോട്ടെ, സാരമില്ല, സംഭവം റെഡിയായി. അപ്പോൾ നാളെ നമ്മൾ ഇവിടെ നിന്ന് കസാഖിസ്ഥാൻ ബോർഡറിലേക്ക് പോവുകയാണ്. നമ്മൾ കസാഖിസ്ഥാനിൽ കയറാൻ വേണ്ടി പോവുകയാണ്. നാളെ കാണാൻ പറ്റിയ വീഡിയോ ആയിട്ട്. ഇങ്ങനെ കുറേ പണിയുണ്ടെങ്കിൽ കിടന്നുറങ്ങണം. എന്തായാലും ശരിക്കും ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ടയർഡാണ്. സീ ഗൈസ് ടുമോറോ വിത്ത് അനദർ വീഡിയോ. അതിലേക്കും ബൈ.